കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സുധിയെക്കുറിച്ചുള്ള വലിയ സത്യങ്ങളൊക്കെ ചന്ദ്രമതി അറിയുവാണ്. സുധിയുടെ ജോലിയൊക്കെ പോയെന്ന്, കല്യാണമായ സമയത്ത് ജോലിയും കൂടെ പോയെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതി ആകെപ്പാടെ തകർന്നു പോകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വർഷയും ശ്രീകാന്ത് തമ്മിൽ കൂടുതൽ അടുക്കുന്നൊക്കെയുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു രേവതി സച്ചിയും ക്ഷേത്രത്തിലേക്ക് പോവാണ്. ക്ഷേത്രത്തിൽ പോയിട്ട് നാടൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴി അവരുടെ ബൈക്കിന്റെ ടയർ പഞ്ചറായി. രണ്ടുപേരും കൂടെ തള്ളിക്കൊണ്ട് പോവാണ്. എവിടെയായാലും ഒരു ടയർ ഒട്ടിക്കുന്ന കടയുണ്ടെങ്കിൽ അവിടെ പോയി ടയർ പഞ്ചർ ഒട്ടിക്കാന്നും പറഞ്ഞുകൊണ്ട് സച്ചി തള്ളിക്കൊണ്ട് വരണം. ആ ഒപ്പം തന്നെ രേവതിയുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് വെച്ച് ആദിദേവിനെ കാണുന്നുണ്ട്. ആദിദേവ് ആന്റി എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് രേവതിനെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ അമ്മയും അങ്ങോട്ട് വരുന്ന കണ്ടു. പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പോയി ടയർ ഒന്ന് പഞ്ചർ ഒട്ടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയും തള്ളിക്കണം അങ്ങോട്ട് പോകണം. അപ്പൊ ഒരു കൂട്ടുകാരന്റെ കട അടുത്തുണ്ട്, അപ്പൊ അവിടെ പോയി ഒട്ടിക്കാന്ന് പറഞ്ഞു പോയി. രേവതിനെ കൂട്ടിക്കൊണ്ട് ശ്രുതിയുടെ അമ്മ അകത്തേക്ക് പോവാണ്. പിന്നീട് രേവതി അവരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. സുധിയുടെ അമ്മയ്ക്ക് രേവതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ആദിദേവിനും സുധിയുടെ അമ്മ പറയുകയും ചെയ്തു. ആദിദേവൻ ഇവിടെ വന്നതിന് ശേഷമുള്ള ആന്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ആന്റിയെ ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഈ സമയത്ത് ആദിദേവിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് വരുവാണ്, കളിക്കാൻ വിളിക്കുവാണ്. അങ്ങനെ ആദിദേവ് അവരുടെ കൂടെ കളിക്കാൻ പോവാണ്. അപ്പൊ കളിക്കാൻ പോകുന്നതിന് മുമ്പ് രേവതിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇതെന്റെ ആന്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മോന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. രേവതിനെ ആദ്യം നോട്ടത്തിൽ തന്നെ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന വർഷയാണെങ്കിൽ ഡബ്ബിങ് സ്റ്റുഡിയോയിലായിരുന്നു, ഡബ്ബ് ചെയ്തോണ്ടിരിക്കുക. കുറെ സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് മടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവര് മാനേജറോട് വന്ന് പറഞ്ഞിട്ട്, അതെ എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. നേരെ പോയിട്ട് ഫോൺ വിളിക്കുവാണ് ശ്രീകാന്തിനെ. അപ്പൊ ശ്രീകാന്ത് കോൾ എടുത്തപ്പോൾ ചോദിച്ചു, എന്താന്ന് ചോദിക്കണേ. അതെ എനിക്ക് പുതിയതായിട്ട് എന്തേലും വേണമെന്ന് പറയണേ. പുതിയതായിട്ട് എന്താ വേണ്ടേ? അല്ല എന്തേലും ഡിഷസ് പുതിയതായിട്ട് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കാണ്. അതെങ്ങനെ എപ്പോഴും പുതിയത് കഴിച്ചിട്ട് ശരിയാവുമെന്ന് ചോദിക്കാണ്. നമ്മൾ എന്തേലും പുതുതായിട്ട് കഴിക്കുമ്പോൾ അല്ലേ, അതും പ്രത്യേകിച്ച് നിങ്ങൾ ഉണ്ടാക്കി തരുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് പറയാം. സത്യമായിട്ടും ഞാൻ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല, നല്ല കൈപ്പുണ്യൊക്കെ ഉണ്ടെന്ന് പറയണം. അതൊക്കെ സമ്മതിച്ചു. എന്താ വേണ്ടേ, ഏറ്റവും ഇഷ്ടമുള്ള എന്താന്ന് ചോദിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാൻഡ്വിച്ചാന്ന് പറയണം. അത് സ്പൈസി ആണോ അല്ലാത്താണോ എന്നൊക്കെ ചോദിക്കണം. അല്പം സ്പൈസി ആയാലും കുഴപ്പമില്ലാന്ന് പറയാം. അങ്ങനെ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്ത് വർഷയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇഷ്ടപ്പെട്ട കളർ ഏതാ, ഫുഡ് ഏതാ, നടൻ ഏതാ, അങ്ങനെയല്ല. രണ്ടുപേർക്കും പരസ്പരം അറിയത്തില്ലല്ലോ ഇത് ശ്രീകാന്താന്നും വർഷയാന്നും. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കീരിയും പാമ്പും ആയിരിക്കും അവര്. അങ്ങനെ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു, അതെ ഒരു 10 മിനിറ്റും കൊണ്ട് എല്ലാം ഓക്കെ ആവും. അതെ ആ പയ്യനെ ഇങ്ങോട്ട് വിട്ടാൽ മതി, ഞാൻ അത് കൊടുത്തു വിടാന്ന് പറയണം. ഈ സമയത്ത് ഫോൺ വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രീകാന്തിനോട് വർഷ പറഞ്ഞു, അതെ അങ്ങനെ അങ്ങോട്ട് കോള് വെച്ചിട്ട് പോവല്ലേ, എന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചില്ലേ. അതെ ശ്രീകാന്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തൊക്കെയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് ഞാൻ വർഷം കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഫോൺ വെക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ചന്ദ്രമതി ആ ടെൻഷനായിട്ട് ഇരിക്കുന്നു. ഈ സമയത്താണ് ഭാമ കടന്നു വരുന്നത്. അപ്പം ഭാമയെ വന്നപ്പോൾ തന്നെ ചോദിച്ചു, എന്ത് പറ്റി ചന്ദ്രൻ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കുകയാണ്. നിനക്കറിയാലോ ഇതുവരെയായിട്ടും പണം റെഡിയായിട്ടില്ല. ഏക പോകുമ്പോഴേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അദ്ദേഹത്തിന്റെ അമ്മേനെ പോയി കാണാന്നുള്ളതാണ്, കലാവതി അമ്മേനെ. അല്ലാതെ ഇപ്പൊ എവിടുന്ന് പൈസ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്ന് പറയണം. അല്ല നിനക്ക് വേറൊരു മാർഗം ഇല്ലേന്ന് ചോദിക്കണം. എവിടുന്ന് മാർഗം, ഉള്ള പൈസ അന്ന് സുധി കൊണ്ടുപോയില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ രവിയേട്ടന്റെ ഈ പൈസ കണ്ടേനം. ഇനിയിപ്പൊ രവിയേട്ടനോട് ചോദിക്കാൻ പറ്റില്ല, പോരാത്തിന് പെൻഷനും കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല എന്നോട് പറയാ പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് ആധാരം കൊണ്ട് പണയം വെക്കാൻ കഷ്ടി ഞാൻ രക്ഷപ്പെട്ടു പോയതാ. എങ്ങാനും ആധാരം എങ്ങാനും തപ്പി നോക്കിയായിരുന്നെങ്കിൽ അതോടുകൂടി പിടിക്കപ്പെട്ടേനം, നന്നായി കല്യാണവും മുടങ്ങിയേനം. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട എന്റെ ബാമയെന്ന് പറയണേ. ഇത് കേട്ടതും ബാമയിലൊരു ഞെട്ടലുണ്ടായി. ചന്ദ്രെ കാര്യം ഗുരുതരാവോന്ന് ചോദിക്കണേ. അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധി അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പൊ സുധിയെ കണ്ടപ്പോ തന്നെ ചന്ദ്രമതി, ഞങ്ങള് നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് പറയാണ്. എന്താ അമ്മ എന്നെ കുറിച്ച് എന്താ പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല അല്ല മോനെ, ഇപ്പം നിനക്ക് തൽക്കാലത്തിനാണ് ഒരു ജോലി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, കല്യാണമല്ല വരാൻ പോന്നേ, കല്യാണത്തിനായിട്ട് കുറെ പണമൊക്കെ ചെലവാകും. അവൾക്ക് നമുക്ക് എന്തെങ്കിലും സ്വർണ്ണമൊക്കെ ഇടണ്ടേടാ മോനെന്ന് ചോദിക്കണം. അതിന് നീ കുറച്ച് പൈസ എങ്ങനെയും സംഘടിപ്പിക്കണമെന്ന് പറയാ. ഇത് കേട്ടതും സുധിയുടെ മുഖം അങ്ങോട്ട് മാറി. എന്ത് പറ്റിയിടാ മോനെ, നിന്റെ മുഖത്തെന്തായാലും വല്ലായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല നിനക്കിനി ജോലിയൊക്കെ കിട്ടിയില്ലേ, ഇനിയിപ്പം എന്താ, ഇനിയിപ്പം പൈസ തരാലോ, മാസം മാസം തരാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് രവീന്ദ്രൻ പറഞ്ഞത്, നല്ല കഥയായിപ്പോയി. അവന് ജോലി കിട്ടി കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, ഇത്രയും കാലം ഈ വീട്ടിലെ
ഈ ചെലവൊക്കെ ആരാ നടത്തിക്കൊണ്ടിരുന്നേ? സച്ചിയായിരുന്നു. അപ്പൊ ആർക്കൂടെ ഒരു വിലയില്ലായിരുന്നല്ലോ. ഓ, തുടങ്ങി. ഇനി സച്ചി പുരാണമായിരിക്കും എന്ന് ചന്ദ്രമതി പറയാണ്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞല്ലേ, ഇല്ലാത്ത കാര്യമൊന്നും അല്ല പറഞ്ഞേ. ഇവന് ഇതുവരെയായിട്ടും എന്തേലും സമ്പാദിച്ച് ഇങ്ങോട്ട് തന്നിട്ടുണ്ടോ? ഒന്നും സമ്പാദിച്ചു തന്നിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നേ. ഞാൻ റിട്ടയർ ആയിക്കുമ്പോൾ സച്ചിയായി. ഇവൻ ഈ ജോലി കിട്ടും, അത് പോകും, അങ്ങനെയൊക്കെ തന്നെ സ്ഥിരം എന്റെ പരിപാടി. ഇനിയിപ്പൊ ഈ ജോലിയിലെങ്കിൽ നീ പിടിച്ചു വെക്കോടാന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ സുധിയുടെ മുഖം ഇങ്ങോട്ട് താണു. സുധി ഒന്നും പറഞ്ഞില്ല, അച്ഛനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. അല്ല, നിങ്ങൾ എങ്ങോട്ടാ പോകാനായിട്ട് ഇറങ്ങിയത്? എനിക്ക് ആ യൂണിയൻ ഓഫീസ് വരെ പോണം. അവിടെ ഇതുവരെയായിട്ടും പെൻഷന്റെ കാര്യം ശരിയായിട്ടില്ല, ഒന്ന് സംസാരിക്കണം. ഇനി അതും കൂടെ കിട്ടിയില്ലെങ്കിൽ സച്ചി എവിടെ കിടന്ന് തുഴഞ്ഞു മടുക്കുള്ളെന്ന് പറയണം. അവനുമാണെങ്കിലും കുറെ കടങ്ങളൊക്കെ ഉണ്ട്, അവനിത് വീട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോവാണ്. രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി, എടാ മോനെ, നീ കിട്ടുന്ന പൈസ കൂടെ കുറച്ചൊരു ചെലവിനെങ്കിലും തരണം. ഇപ്പൊ തന്നെ കേട്ടില്ല, അച്ഛൻ പറഞ്ഞു കേട്ടില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സുധിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. സുധി പോയിട്ട് അമ്മയുടെ അരിയിലേക്ക് അങ്ങോട്ട് ഇരിക്കുകയാണ്, കാലിച്ചൂട്ടിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതി, എന്താ മോനെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവുമെന്ന് ചോദിക്കുകയാണ്. എന്താ മോനെ, എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറ. അതമ്മേ, എന്റെ ആ ജോലി നഷ്ടപ്പെട്ടെന്ന് പറയണം. ജോലി നഷ്ടപ്പെട്ടോ? പെട്ടെന്ന് ചന്ദ്രമതി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. നീ എന്താടാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എന്ത് ചെയ്യാൻ പറ്റും, എന്റെ സമയദോഷമാണെന്നാ തോന്നേ. എന്റെ ഭഗവാനെ, ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ഏക പ്രതീക്ഷ ഈ ജോലിയായിരുന്നു. എടാ, നിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുക. ആ പെണ്ണെങ്ങാനും ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അവളൊക്കെ നല്ല വീട്ടിൽ പിറന്ന പെൺകുട്ടിയാണ്, കാശിന്റെ പുറത്ത് വളർന്നു വന്നതാ. അത് മാത്രമല്ല, ഈ കല്യാണത്തിന് അവൾക്ക് ഒരു 10 പവനെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് ജോലിയും കൂടി ഇല്ല എന്നെയും. ഭാമ പറഞ്ഞു, ശരിയാ പറഞ്ഞ്. ഇനി ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അമ്മേ, അവളുടെ ശ്രുതിയുടെ കാര്യം എടുത്തിട്ട് അമ്മ പേടിക്കണ്ട. ഞാൻ അമ്മയോട് ഈ കാര്യം മുമ്പ് പറയണമെന്ന് ഓർത്ത. അപ്പൊ ശ്രുതിയാ പറഞ്ഞു, എന്നോട് പറയണ്ട, അമ്മയ്ക്ക് സങ്കടമാവും. ഈ സമയത്ത് ഇനി അമ്മേനെ വിഷമിപ്പിക്കണ്ടെന്ന് ശ്രുതി പറഞ്ഞോണ്ടാ ഞാൻ പറയാതിരുന്നെ. അല്ലെ മുൻപേ ഞാൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞേനെന്ന് പറയാ. ഇത് കേട്ടതും ഭാമ പറഞ്ഞു, കൊള്ളാലോ അവള്. ചന്ദ്രൻ നിന്നെക്കൂടെ ചിത്ര കരുതൽ അവൾക്കുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമായി. ശരിക്കും അവൾ എന്റെ മരുമോളായിട്ടല്ല, മകളായിട്ട് എങ്ങോട്ട് കടന്നു വരാൻ പോകുന്നേ. കാരണം എന്റെ മനസ്സിന്റെ വിഷമം അവള് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവന് ശ്രുതിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സ് അതിനേക്കാളും ആവലാതിപ്പെടുമെന്ന് അവൾക്കറിയാം. അങ്ങനെ ഒരു മോളെയാണ് ഈ മരുമോളായിട്ട് ഈ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നേ. നല്ല കാര്യമായി പോയി. ആ രേവതിയുമായിട്ടുള്ള കല്യാണം നടന്നായിരുന്നില്ല, ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. രക്ഷപ്പെട്ടു മോനെ നിന്റെ ജീവിതം. ഇനിയിപ്പോ ജോലി പോയാലും കുഴപ്പമില്ല, അവളുടെ മനസ്സ് നമുക്ക് അറിയാൻ പറ്റിയല്ലോ. അവള് നല്ലവളാ. നിനക്ക് അവളെ തന്നെയായിരുന്നു ഭാര്യയായിട്ട് കിട്ടേണ്ടത്. ദൈവമായിട്ട് നിനക്ക് കൊണ്ടുതന്ന ബന്ധം. ഒരു കാരണവശാലും നീ അവളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. അവൾ അത്ര നല്ല പെൺകുട്ടിയാന്ന് പറയാണ്. സുധി പറഞ്ഞില്ലമ്മേ, എനിക്ക് അവളെ അറിയാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നേ, മീര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇനി നിന്റെ ഭാവി പരിപാടി എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം അവിടെ വീട്ടിലെങ്ങാനും നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ആ പട പ്രശ്നമല്ലേന്ന് ചോദിക്കണ്ടേ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ടേ, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യങ്ങളല്ല. പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ നിന്റെ കല്യാണം നടക്കും, നിന്റെ വീട്ടിൽ പറയണ്ടൊക്കെ ചോദിക്കണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. ആരാ എന്താന്നൊക്കെ 100 ചോദ്യങ്ങളൊക്കെ വരും. അതിനേക്കാളും ഭേദം അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ. പക്ഷെ മീരിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങാനും വീട്ടിൽ കല്യാണത്തിന് ശേഷമുള്ള അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ടെൻഷനും ശ്രദ്ധിക്കില്ലായിരുന്നു. ശ്രുതി നല്ല ബോൾഡായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.